ആദ്യം തന്നെ ഞാൻ ജോസഫ് ആൻ്റണിയിലേക്ക് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് അതിൻ്റെ 5ാമത്തെ ദിവസം വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 3ാം ദിവസം ഇപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സന്ദേശം തന്നെയാണോ രാഷ്ട്രത്തിന് കിട്ടിയിരിക്കുന്നത്? അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് പറയുന്നത് എന്താണ്? ഒരു രാജ്യകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക്, വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് താങ്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, വികാരഭരിതമായ ആ പ്രസംഗത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അതെ, അതിൻ്റെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്രയും ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാർത്തകളെല്ലാം ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, അദ്ദേഹം ഭാരതത്തിൻ്റെ ശക്തിയായ, ഭാരതത്തെ സംരക്ഷിക്കുന്ന പ്രധാന വിഭാഗമായ സേനയ്ക്ക് അദ്ദേഹം നൽകിയ സല്യൂട്ടാണ്. ആ സല്യൂട്ടിന് കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പരിപാടി, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷൻ വളരെ വിജയകരമായി, ഇപ്പം നമ്മളതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതൊരു വിജയത്തിൻ്റെ സിന്ദൂര തിലകമാക്കി മാറ്റിയ സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയായിരുന്നു ഒന്നാമത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നയപ്രഖ്യാപനമാണ് എന്നാണ്. തീർച്ചയായിട്ടും ഭീകരത നമ്മൾ വച്ചു പൊറുപ്പിക്കില്ല. മുൻകാലങ്ങളിൽ നാം ഭീകരതയെ നേരിട്ടതുപോലെ ആയിരിക്കില്ല ഇനി ഭീകരതയെ നാം നേരിടാൻ പോകുന്നത്. അത് നാം തെളിയിച്ചു കഴിഞ്ഞു. കാരണം 2016-ലോ 2019-ലോ നമ്മൾ സ്വീകരിച്ച സമീപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനം. ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചാണ്, ന്യൂ നോർമൽ എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത് ഞാൻ കേട്ടു. ഇതൊരു പാരഡൈം ഷിഫ്റ്റാണ് വാസ്തവത്തിൽ. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഭീകരതയ്ക്കെതിരായ നമ്മുടെ സമീപനത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ആ സമീപനം, ഇതിനെ ഭീകരതയെ നേരിടുന്നതിലുള്ള നമ്മുടെ സമീപനത്തിൽ, അത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ ഇത്തരം കാര്യങ്ങളിൽ എതിരിടുന്നതിൽ നമ്മൾ ഒരു പ്രത്യേകമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്രിഹെൻസീവായ തരത്തിലുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അത് നമ്മൾ ഈ ആക്രമണത്തോട് പ്രതികരിക്കാൻ നാം എടുത്ത സമയം മുതൽ, ആക്രമണത്തിൻ്റെ രീതി, ആക്രമണം നടത്തിയ ഇടം, ആക്രമണത്തിന് മുമ്പ് നമ്മൾ നടത്തിയ തയ്യാറെടുപ്പുകൾ, അത് സൈനികമായ തയ്യാറെടുപ്പുകൾ, രാഷ്ട്രീയമായ തയ്യാറെടുപ്പുകൾ, നയതന്ത്രപരമായ തയ്യാറെടുപ്പുകൾ, ഇതിലെല്ലാം നമ്മൾ ഈ പാരഡൈം ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ന്യൂ നോർമൽ എന്ന വാക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മളൊരു പാരഡൈം ഷിഫ്റ്റ് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ പാകിസ്ഥാൻ നിരന്തരമായി നമ്മളെ ഭീകരതയിലൂടെ ആക്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭീകരത വ്യാപാരവുമായി ഒത്തുപോവില്ല, ഭീകരത നമ്മുടെ സംഭാഷണവുമായി, അതായത് പരസ്പരമുള്ള ചർച്ചകളുമായി ഒത്തുപോകില്ല, അതുപോലെ തന്നെ ജലവും രക്തവും ഒത്തുപോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ വ്യക്തമായ ആശയങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ നടന്നത് ആ ആശയങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു സംഭാഷണമാണ് അദ്ദേഹം നടത്തിയത്.